കുറേ പേര് നമ്മളോട് ചോദിച്ചത് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ പി ആർ കിട്ടിയോ ഇല്ലയോ, പി ആർ കിട്ടുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമോ, എന്താണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാത്തിനും ഒരു ആൻസറാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏകദേശം ഒരു 4-5 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. എല്ലാം ചുരുക്കി ഒരു ചെറിയ രീതിയിൽ അങ്ങ് പറഞ്ഞേക്കാട്ടോ. സോ ബേസിക്കലി നമുക്ക് ആദ്യമേ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഈ ലൈസൻസ് 2 തരത്തിലുള്ള ലൈസൻസ് നിലവിലുണ്ട്. ഒന്നാമത്തെ പറയുന്നത് മാൻ പവറുള്ള ലൈസൻസും മറ്റേത് ബിസിനസ് ലൈസൻസാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ DOO എന്ന് പറയുന്നതും പിന്നെ JDO എന്ന് പറയുന്നൊരു 2 തരത്തിലുള്ള ലൈസൻസുണ്ട്. പിന്നെ വേറെ ഏതൊരെണ്ണമുണ്ട്, അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. സോ ഈ 2 തരത്തിലുള്ള ഒരു ലൈസൻസാണ് മെയിനായിട്ടുള്ളത്. ബേസിക്കലി നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഒരു ക്രൊയേഷ്യൻ പാർട്ട്ണറാണ്. സോ നമ്മളൊരു ക്രൊയേഷ്യൻ പാർട്ട്ണർ മെയിനായിട്ട് എപ്പോഴും നമുക്കൊരു സെലക്ട് ചെയ്യേണ്ടിയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ആളെ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ JDOയ്ക്കാണെങ്കിൽ വലിയ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ മുതലാക്കേണ്ടി വരുന്നില്ല. നമുക്കൊരു ബേസിക് ഒരു 500 യൂറോയും ഒരു ക്രൊയേഷ്യൻ പാർട്ട്ണറാണ് മെയിനായിട്ട് വരുന്നത് ഒരു JDO സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ DOOയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 2500 യൂറോയും ഒരു ക്രൊയേഷ്യൻ പാർട്ട്ണറുമാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഈ ക്രൊയേഷ്യൻ പാർട്ട്ണർ ഡയറക്ടറായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ വർക്കിംഗ് പാർട്ട്ണറും അതുപോലെ തന്നെ ഡയറക്ടറായിട്ട് ക്രൊയേഷ്യൻ വ്യക്തിയും വേണം വരാനായിട്ടാണ്. JDOയിലും അത് തന്നെ ഡയറക്ടറാണ് വരേണ്ടത്. എന്നാൽ 25,000 യൂറോയും ഒരു 25,000 യൂറോ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഡയറക്ടർ ആവാവുന്നൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ അത് 2,500 ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു നിയമമുണ്ട്. 2,500 യൂറോ കൊടുത്താൽ നമുക്ക് തന്നെ ഡയറക്ടർ ആവാം എന്നുള്ളൊരു നിയമം പാസ്സാവുന്നുണ്ടെന്നാണ് കേട്ടത്, കറക്റ്റായിട്ട് അറിയത്തില്ല, അത് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. സോ നമുക്ക് പൈസയും കയ്യിലുണ്ട്, അതുപോലെ ക്രൊയേഷ്യൻ ആളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നേരെ വിടുക. യാവനി ബിലേഷനിക്ക് എന്ന് പറയുന്ന ഒരു ഓഫീസുണ്ട്. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ആ ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ രജിസ്ട്രേഷൻ കാര്യങ്ങളും നടക്കുന്നത് ഒരു ഗവൺമെൻറ് ഓഫീസാണ്. സോ നമുക്ക് OIB നമ്പറും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ് നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. എല്ലാത്തിനും അവിടെ നിന്നാണ് ചെയ്യുന്നതൊക്കെ. സോ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ TRC, നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ഈ ക്രൊയേഷ്യൻ വ്യക്തിയുടെ ഡീറ്റെയിൽസ് മൊത്തം, അതുപോലെ നമ്മുടെ അക്കോമഡേഷൻ ലെറ്റർ, ഇതുകൊണ്ടെല്ലാം നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് നമുക്ക് കമ്പനി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫോമും കാര്യങ്ങളും മേടിച്ച് സംഭവം ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മളിത് അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് നമുക്ക് അപ്രൂവൽ കിട്ടും കേട്ടോ. നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞാൽ അപ്രൂവൽ കിട്ടും. അതിനുശേഷം നേരത്തേക്ക് ആയിരുന്നെങ്കിൽ 1 മാസം കൊണ്ട് നമുക്ക് നമുക്ക് മെയിൽ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 മാസം എടുക്കും അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മെയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പനി OIB കമ്പനി പേര് എല്ലാം നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ. നമ്മൾ മറ്റേ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ കമ്പനി നെയിമും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം അവർക്ക്. സോ നമ്മൾ ഈ മെയിൽ വരുമ്പോൾ നമ്മുടെ കമ്പനി നെയിം, OIB നമ്പർ, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ മെയിലിൽ തന്നെ കിട്ടും. അതിനുശേഷം നമുക്ക് ഈ മെയിൽ വന്നതിന് ശേഷം നമുക്ക് ഈ OIB നമ്മുടെ ഈ കമ്പനി ഡീറ്റെയിൽസും കമ്പനി OIBയും കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഒരു ബാങ്കിലാണ്. ഈ ബാങ്കിൽ പോയിട്ട് നമുക്ക് ഈ കമ്പനിയുടെ നമ്മുടെ ഈ കമ്പനിയുടെ പേര് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ബാങ്കിൽ കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടാവും. സോ നമ്മൾ അതെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമുക്ക് അവിടെ നിന്ന് അപ്രൂവൽ കിട്ടും. സോ നമുക്ക് ആ ബാങ്കിൽ തന്നെ വെച്ച് നമ്മൾ JDO ആണോ അതോ DOO ആണോ എന്നുള്ള അവർക്ക് കൊടുക്കേണ്ടി വരും, ഏതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫണ്ടും നമ്മൾ ആ അക്കൗണ്ടിൽ തന്നെ അപ്പത്തിന് ഇടണം. JDO ആണെന്നുണ്ടെങ്കിൽ 500 യൂറോയും DOO ആണെങ്കിൽ 2,500 യൂറോയും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഒരു ഫൈനൽ ഒരു അപ്രൂവൽ കിട്ടാൻ ഏകദേശം ഒരു 2-3 ദിവസം എടുക്കും ഏകദേശം ഒക്കെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ അത്രയും ദിവസം നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അവസാനം നമുക്ക് ഫൈനൽ ഒരു അപ്രൂവൽ കിട്ടിയാൽ നമ്മൾ നേരെ ഒരു നോട്ടറി പോയി കാണുക. നോട്ടറി പോയി കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടി കൊണ്ടുചെന്ന് ആ നോട്ടറിയുടെ സീലും കാര്യങ്ങളെല്ലാം മേടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് നോട്ടറി ഫീസ് ഏകദേശം ഒരു 200-250 യൂറോ ഏകദേശം അത്ര ആകും കേട്ടോ. അപ്പം നമ്മളത് കൊടുക്കേണ്ടി വരും. ലോട്ടറി ഫീസും കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ ലൈസൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെറ്റായി കഴിയും. അതിനുശേഷം നമുക്ക് നമ്മുടെ ആദ്യം നമ്മൾ ഇട്ടിരുന്ന ഫണ്ട്, അതായത് DOO ആണെങ്കിൽ ഇട്ടുക 2,500 യൂറോ, അല്ലെങ്കിൽ JDO ആണെങ്കിൽ ഇട്ടിരുന്ന 500 യൂറോ, നമുക്കത് റിട്ടേൺ എടുക്കാൻ പറ്റും.
ഓക്കെ, നമുക്കത് ഫണ്ട് നമുക്ക് റിട്ടേൺ എടുത്തതിന് ശേഷം പിന്നീട് നടക്കുന്ന ഓരോ സെൻറ്റ് രൂപയ്ക്കും പോലും ഈ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ചോദ്യം വരും. നമ്മൾ എന്തിനെടുത്തു, ഏതിനെടുത്തു, അതിൻ്റെ കാരണം എന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവരെ അറിയിക്കേണ്ടി വരും. ഒരു ഇന്ന എമൗണ്ട് ട്രാൻസാക്ഷൻസ് കൂടുതൽ നടക്കുകയാണെങ്കിൽ അത് JDO പറ്റത്തില്ല, അത് നമുക്ക് നേരെ DOയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏകദേശം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 10-50,000 യൂറോയ്ക്ക് മുകളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ, ഒരു മന്ത്ലി പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന JDOയുടെ ഒരു ലൈസൻസ് ആണെങ്കിൽ അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ DOയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക്, അതായത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ നിലവിൽ പ്രവേശിച്ചുള്ള ഒരാൾക്ക് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ പെർമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ക്രൊയേഷ്യൻ വ്യക്തിക്ക് 6 മാസം സാലറി കൊടുക്കുകയും അതിൻ്റെ ടാക്സും ഇൻഷുറൻസും എല്ലാം കാണിച്ചാൽ മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് നമുക്ക് വർക്ക് പെർമിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 6 മാസം ശേഷമാണ് നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് പെർമിറ്റ് കൊടുക്കാൻ, നമ്മുടെ കമ്പനിയിൽ ജോലി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു ക്രൊയേഷ്യൻ വ്യക്തി നമ്മൾ ബുക്ക് കീപ്പർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് വെക്കേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടുത്തുള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്താ പറയുക, ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും പക്കയായിട്ട് അറിയാൻ പറ്റുന്നത്. മാത്രമല്ല ലാംഗ്വേജ് മസ്റ്റാണ്. നമ്മളിവിടെ എന്ത് പ്രോസസ്സിന് ഇതിൽ പോയാലും നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജിലാണ് മെയിനായിട്ടും കാര്യങ്ങൾ നടക്കുന്നത്. സോ ഒരു ബുക്ക് കീപ്പർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് നമ്മുടെ കമ്പനിയിൽ മസ്റ്റായിട്ടും വേണം, ഒരു ക്രൊയേഷ്യൻ വ്യക്തി. ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ITR ഫയൽ ചെയ്യണം. ITR ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടാക്സ് ഇഷ്യൂസൊക്കെ ഉണ്ടായാൽ നമുക്കത് കമ്പനിക്കാണ് ബാധിക്കുക. കമ്പനിക്ക് അത് ബ്ലാക്ക് മാർക്കൊക്കെ വരികയൊക്കെ ചെയ്യും. സോ നമ്മൾ ഒരു സെൻറ്റ് 50 സെൻറ്റ് രൂപയാണെങ്കിൽ തന്നെ അത് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പിൻവലിക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് റീസൺ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് അവർക്ക് ബോധിപ്പിച്ച് കൊടുക്കുക. ഈ JDO അല്ലെങ്കിൽ DO തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിയുടെ വലിപ്പം പോലെ ഇരിക്കും. ഇപ്പോൾ ചെറിയൊരു രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് JDO സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി, JDOയുടെ ലൈസൻസ് എടുത്താൽ മതി. ഇനി അതല്ല, അത്യാവശ്യം തുടങ്ങുന്ന കമ്പനി അത്യാവശ്യം വലുതാണ് അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ് അത്യാവശ്യം വലുതാണെങ്കിൽ നമുക്ക് DO ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് DOയുടെയാണ്. കാര്യം വെച്ചാൽ നമുക്ക് എല്ലാത്തിനുള്ള ഒരു ലൈസൻസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ സലൂൺസ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് വേണമെങ്കിൽ നടത്താം, നാട്ടിൽ നിന്ന് വേണം ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വേണം ചെയ്യാം. പക്ഷേ നാട്ടിൽ ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ നിന്നുള്ള ചെറിയ അലജലമായിട്ട് നമുക്ക് ലീഗലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല ബിസിനസ് നമുക്ക് അത്യാവശ്യം എല്ലാ ബിസിനസ്സും നമുക്ക് DO തന്നെ ഇവിടെ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൊയേഷ്യൻ വ്യക്തിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന ആൾ അത്യാവശ്യം പണിയെല്ലാം തരുവാണ്, നമ്മൾ ബിസിനസ്സിൽ നമ്മൾ എന്തെങ്കിലും പെടുത്തിയും തോന്നുവാണെങ്കിൽ അയാൾ നൈസായിട്ട് മുങ്ങും. അവസാനം നമ്മൾ മൂഞ്ചി തെറ്റിയിരിക്കും. സോ എടുക്കുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുക. നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മൾക്ക് എപ്പോഴും കീപ്പ് ചെയ്ത് പോവുക എന്ന് വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും വണക്കം. അപ്പോൾ ശരി ഗൈസ്, എല്ലാവരും നല്ല രീതിയിൽ നല്ല ഓൺടർപ്രണറൊക്കെ ആവുക, ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുക. കുറേശ്ശെ നമ്മൾ എന്താ പറയുക, അത്യാവശ്യം നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വളർന്നു വരിക, എല്ലാ ഓൺടർപ്രണറൊക്കെ ആവുക. അപ്പോൾ ബൈ.